വിഷമിക്കല്ലേ. ഏട്ടന്റെ കണ്ണ് നിറയുന്നത് കാണാൻ വയ്യ എനിക്ക്. അമ്മയില്ലാതെ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കേണ്ടി വന്നല്ലോ മോളെ. ദക്ഷിണ കൊടുത്ത് അമ്മയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കാതെ ഞാനെങ്ങനെ താലിയിട്ട്? മനസ്സുകൊണ്ട് അമ്മ ആഗ്രഹിക്കുന്നുണ്ടെന്ന് വിചാരിച്ചാ മതി. അമ്മയ്ക്ക് താലികെട്ട് കാണാൻ പറ്റില്ലെന്നല്ലേ ഉള്ളൂ. അസുഖം മാറി സുഖപ്പെട്ട് വരുമ്പോ ഏട്ടനും അമൃതേച്ചി ഒരുമിച്ച് അടുത്തുണ്ടാവുന്നത് തന്നെയാവും അമ്മയുടെ സന്തോഷം. മോളെ, അങ്ങനെ നമ്മുടെ അമ്മ ജീവിതത്തിലേക്ക് മടങ്ങി വന്നാലും എത്ര കാലത്തെ അമ്മയ്ക്ക് തീരെ വയ്യാന്നുള്ള കാര്യം ഡോക്ടർ ഏട്ടനോട് മുമ്പേ പറഞ്ഞതാ. ഏട്ടനത് മോളോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ആ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റുവേട്ടാ. ഏട്ടന്റെ കല്യാണം കഴിഞ്ഞു അറിയുമ്പോ തന്നെ അമ്മയ്ക്ക് സുഖാവും. നമ്മളെല്ലാം ഒരു കുടുംബമായി അച്ഛനും നമ്മളും അമൃതേച്ചിയൊക്കെ ഒരുമിച്ച് അടുത്തിരിക്കുമ്പോ അമ്മ നമുക്കൊപ്പം ഒരുപാട് കാലം ജീവിക്കും. ചില സമയത്ത് നിന്റെ അത്ര ആത്മവിശ്വാസം എനിക്കില്ല മോളെ. ആത്മവിശ്വാസത്തെക്കാൾ കൂടുതൽ പ്രതീക്ഷകളായേട്ടാ എനിക്ക്. എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നത് എന്റെ സ്വപ്നം. സങ്കടത്തോടെ ഒന്നും ആലോചിക്കാതെ സന്തോഷത്തോടെ സമാധാനത്തോടെ നമുക്ക് പോവേട്ടാ. ഏട്ടാ, സമയായി, ഇറങ്ങ. ഒരുങ്ങിയില്ലേ? മുഹൂർത്തത്തിന് മുമ്പ് അമ്പലത്തിലെത്തണ്ടേ? വേണം. പക്ഷെ മനസ്സ് വല്ലാതെയാ. അച്ചുറടിയായി. പക്ഷെ എനിക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല. എന്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാതെ എന്ത് താലിയിട്ട് മനസ്സ് മരവിച്ചുപോയി. ബന്ധുക്കളോടും കൂട്ടുകാരോടൊന്നും വരണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെയും ആൾത്തിരക്കൊന്നുമില്ല. അഖിലെ ആകാശം പോലും വന്നില്ല. ആർക്കും ആരോടും ഒരു അടുപ്പമില്ലാത്തതുപോലെ. വെന്റിലേറ്ററിൽ കിടക്കുന്ന എന്റെ അമ്മയുടെ മുഖം മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. അഭി, എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അസുഖമൊക്കെ മാറി അമ്മ വീട്ടിലേക്ക് തിരിച്ചു വരുന്നുള്ളൊരു പ്രതീക്ഷയെങ്കിലും അഭിക്കുണ്ട്. ഞാനോ ബാല്യം വിടും മുമ്പേ അമ്മ പോയി. ഒരു താങ്ങും തണലും ഇല്ലാതെ ഒരു താങ്ങും തണലുമായിട്ടിരിക്കേണ്ട അച്ഛനും ആ കാലത്ത് അടുത്തുണ്ടായിട്ടില്ല. 4 അനിയത്തിമാരെയും ചേർത്ത് പിടിച്ചു കിടന്ന രാത്രികളില് ഇരുട്ടില് ഒരു നിലാവിന്റെ നിഴല് പോലും കൂട്ടിനുണ്ടായിരുന്നില്ല. ആകെ ഒരു മോഹം മനസ്സിൽ തോന്നിപ്പിച്ചത് അഭിയ. ഇപ്പോ അഭിയുടെ സങ്കടം കൂടി കാണേണ്ടി വന്നു എനിക്ക്. തന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. എന്റെ സങ്കടം തന്നോടല്ലാതെ പിന്നെ വേറെ ആരോടാ ഞാൻ പറയാ? സമാധാനായിട്ടിരിക്കബി. അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. ഇപ്പോ അമ്മയുടെ ആഗ്രഹം പോലെ ഒരു താലി ചാർത്തണം എന്റെ കഴുത്തില്. മുഹൂർത്തം തെറ്റിപ്പോരുത്. നമ്മുടെ കാര്യം മാത്രമല്ലല്ലോ, അനക്കയുടെയും വിവേകിന്റെയും കാര്യം കൂടിയല്ലേ. ഞാൻ ഇറങ്ങാം. എന്റെ ചുറ്റുമുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയെങ്കിലും. ശരി. ഇറങ്ങാൻ നേരായെന്ന് പറഞ്ഞു ശങ്കരമാമ. ദക്ഷിണ എടുത്തു വെച്ചു. ഞാൻ വരാം.
മോള് പൊക്കോ.